ഹായ് വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു പ്രീമിയം കാറ്റലോഗിലുള്ള ഒരു കളക്ഷൻ നമ്മൾ കാണാൻ പോകുന്നത്. ലൈറ്റ് ഷെയ്ഡ്സ് ആണ്, പാർട്ടി വെയർ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത്. എല്ലാം ലൈറ്റ് ആയിട്ട്. ഇതിൻ്റെ തന്നെ ഒരു ഡിഫറെൻ്റ് ഉള്ള ഒരു പാറ്റേൺ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ തന്നെ പുതിയൊരു പാറ്റേൺ ആണിത്. സെൽഫ് വർക്കും അതിൽ ചെറുതായിട്ട് ആ വർക്കിൻ്റെ ഇടയ്ക്കൂടെ ഒരു ചെറിയ കോമ്പിനേഷൻസും സ്റ്റിക്കേഴ്സും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാഷൻ വെയർ ആയിട്ടാണ്. ഇതൊരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലൂവിഷ് ഗ്രീൻ, പിന്നെ ഒരു പേസ്റ്റൽ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ കളറുണ്ട്. ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു കോറൽ കളർ ഷെയ്ഡ് വരുന്നുണ്ട്, കോറൽ പീച്ച്. പിന്നെ ഒരു യെല്ലോ എന്ന് പറയത്തില്ല, ഒരു ഗോൾഡൻ യെല്ലോ, ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗോൾഡൻ യെല്ലോയുടെ കളർ ഷെയ്ഡ്. അങ്ങനെ 4 ഷെയ്ഡ്സ്. സോ ഇപ്പോൾ ഇതുണ്ട്. ഇത് ഗോൾഡൻ യെല്ലോ എന്ന് പറയത്തില്ല, അതിനകത്തൊരു എന്താ പറയുക, ഒരു ഡസ്റ്റി ഗ്രീൻ്റെ മിക്സും കൂടെ ഉണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. അതിൽ വന്നിട്ടുണ്ട് വർക്ക് ഉണ്ട്. ഫുൾ സെൽഫ് കളർ പാറ്റേണിലാണ് വർക്ക്സ്. അതിൽ ചെറിയൊരു പാർട്ടി വെയർ ഫീൽ വരാൻ വേണ്ടി ചെറിയൊരു സ്റ്റിക്കേഴ്സും ആ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് ഡീറ്റെയിൽസ് ഇപ്പോൾ മനസ്സിലാലോ. ഇനിയിപ്പോൾ ജസ്റ്റ് കളേഴ്സ് നോക്കാം. ബോട്ടം സാൻഡൂൺ ഫാബ്രിക് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഓർഗൻസ, പ്രീമിയം ഓർഗൻസയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് പ്ലാറ്റിനം ഓർഗൻസ ഫാബ്രിക് ആണ്. നോർമൽ ഓർഗൻസ അല്ല, കുറച്ചും കൂടെ പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു ഓർഗൻസയാണ് യൂസ് ചെയ്തേക്കുക. ഇതാണ് എൻ്റെ ദുപ്പട്ട ടോപ്പ് വന്നേക്കുക. ദുപ്പട്ടയിലും ഫുൾ ഹെവി ആയിട്ട് തന്നെ വർക്ക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ബോർഡറും ഓൾ ഓവറും. ദുപ്പട്ട കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, നോർമൽ ടൈപ്പ് ഓർഗൻസ അല്ല, ഒരു ചെറിയ ക്രഷ്നെസ് ഉണ്ട്. പ്ലാറ്റിനം ഓർഗൻസയുടെ തന്നെ വേരിയൻ്റ് ആണ്. നോർമൽ എപ്പോഴും കാണുന്ന പ്ലാറ്റിനം ഓർഗൻസ അല്ല. ഇതാണ് എൻ്റെ ലുക്ക്. സോ ഇതാണ് അടുത്ത കളർ. ഇതെല്ലാം പേസ്റ്റലാണ്. എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുമ്പം പേസ്റ്റൽ ഷെയ്ഡ്സ് കുറച്ചും കൂടെ പേസ്റ്റലാവും വീഡിയോയിൽ വരുമ്പോഴത്തേനും. ഇത്രയും പേസ്റ്റലല്ല, നമ്മുടെ കോറൽ പീച്ചാണ്. നോർമലുള്ള കളർ ഉണ്ടല്ലോ കോറൽ പീച്ചിൻ്റെ, ആ ഒരു കളർ തന്നെയാണ് വന്നേക്കുക. നല്ല വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു സെറ്റ്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കാണ്. ഈ കാണുന്ന ലുക്കൊന്നും അല്ല, ഈ കാണുമ്പോഴും ലുക്കുണ്ട്, എന്നാലും അതിനേക്കാളും ലുക്കായിരിക്കും നമുക്ക് ഈ ഒരു ഐറ്റം സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അതായത് ആ ലൈറ്റ് ഷെയ്ഡ്സും അതിലെ വർക്കും എല്ലാം വരുമ്പം പൊളിയാണ്. സോ ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട വരുന്നുണ്ടല്ലേ. പ്രീമിയം പാറ്റേണിൽ തന്നെയാണ് ദുപ്പട്ട പോയിക്കുക. ഒരു സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ, നെക്സ്റ്റ് സൈഡിൽ 3 ലെയേഴ്സ് ആയിട്ട് ആ ഒരു ബോർഡർ, സ്കാലപ്ഡ് ബോർഡർ ഉണ്ട്. പിന്നെ ഇടയ്ക്കൂടെ എല്ലാം സെൽഫ് കളറും ചെറിയ ടോപ്പിൽ, അതായത് സ്റ്റിക്കേഴ്സ് ഇല്ലാതെ ടോപ്പിൽ കൊടുത്തേക്കുന്ന പോലെയാണ് എൻ്റെ വർക്ക് വരുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ വരും വർക്ക്. നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, വിത്തൗട്ട് സ്റ്റിക്കേഴ്സ്. അതാണ് ഫൈനൽ ലുക്ക്. സോ ഇത് വീഡിയോയിൽ കുറച്ചും കൂടെ ഡാർക്കാണ്. അത്രയും ഡാർക്ക്നെസ് ഇല്ല ഈ ഒരു കളറിന്. ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡസ്റ്റി ബ്ലൂ കളറാണ് നേരിട്ട് കാണുമ്പോൾ. പ്രീമിയം ഓർഗൻസയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പ്ലാറ്റിനം ഓർഗൻസയുടെ തന്നെ ഒരു വേരിയൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ചെറിയൊരു ക്രഷ്നെസ് ഉണ്ട്, നല്ല പ്രീമിയം ലുക്കാണ്. ആൻഡ് റേറ്റ് 1840 പ്രൈസ് വരുന്നത്. സോ ലാസ്റ്റ് വൺ ഈ ഒരു കളറാണ്. ഗ്രീൻ്റെ ഷെയ്ഡാണ്. വീഡിയോയിൽ ഒരു ഡസ്റ്റി ആയിട്ടാണ് വരുന്നത്. അത്രയും ഡസ്റ്റി അല്ല, ഇച്ചിരി ഡാർക്കായിട്ട് നിൽക്കുന്ന ഈ കളേഴ്സ് എല്ലാം ഈ പ്രീമിയം സെറ്റ്സുകളിൽ സിൽക്ക് വേസ്റ്റ് ഫാബ്രിക്കിൽ വരുന്നുള്ളൂ. ഇങ്ങനെ പേസ്റ്റൽ ചാർട്ട് അങ്ങനത്തെ കളർ ഷെയ്ഡ്സ് ആണ്. ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഉള്ളതല്ല, ഇല്ലാത്ത കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ നമ്മൾ കൊടുത്തേക്കുക. ആൻഡ് ഹെവി വർക്കാണ്. പിന്നെ റേറ്റ് 1840. അത് റേറ്റ് വരാനുള്ള കാരണം ഇതിൽ യൂസ് ചെയ്തേക്കുക നമ്മൾ ഇതുവരെയും കൊണ്ടുവന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം പ്ലാറ്റിനം ഓർഗൻസ ഫാബ്രിക് വേരിയൻ്റ് ആണ് കൊടുത്തേക്കുക. ആൻഡ് വർക്കും വളരെ ഹെവി തന്നെയാണ്. താങ്ക് യു.